കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ കണ്ടെത്തി. മൈസൂരുവിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു അനൂസിനെ പാർപ്പിച്ചിരുന്നത് എന്നും പോലീസിന്റെ പിടിയിലാകുമെന്ന് ഭയന്ന സംഘം പാലക്കാട് ഇറങ്ങിയെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അനൂസിനെ തട്ടിക്കൊണ്ടുപോയ സംഘം മൈസൂരിൽ നിന്ന് ടാക്സിയിൽ കയറ്റി വിടുകയായിരുന്നു. സംഭവത്തിൽ ടാക്സി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 17-ാം തീയതി കൊടുവള്ളിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അനൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇത്ര മാത്രമേ ഇപ്പം പറയാനുള്ളൂ. നടപടിക്രമങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. മകനെ കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് പിതാവ് റഷീദിന്റെ പ്രതികരണം. DSP സാറെ വിളിച്ചെന്നെ പറഞ്ഞു മകനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ മകൻ്റെ അടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. സുഖമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അവൻ്റെ സംസാരത്തിലൊക്കെ അവന് വളരെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരാവശ്യതയോ പ്രശ്നങ്ങളോ ഒന്നും തോന്നുന്നില്ല. ബാക്കി എന്താ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പോലീസ് അന്വേഷണത്തെ കണ്ടെത്തിയ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കും. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് എന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇത് 5-ാം ദിവസമാണ് അനൂസിനെ കിട്ടുന്നത്. ഈ ഒന്നും വിട്ടുപറയുന്നില്ലല്ലോ പോലീസ്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ അഭിജിത്ത്? ഉന്മേഷ്, എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്ന യഥാർത്ഥ കാരണത്തിലേക്ക് ഇനിയും എത്തേണ്ടിയിരിക്കുന്നു. പ്രാഥമികമായി അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷനുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകളാണ് ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത്. ഇതാണ് പോലീസ് നിലവിൽ എത്തിയിരിക്കുന്ന നിഗമനം, അനുമാനം. ഏതായാലും നിലവിൽ ഇപ്പോൾ 3 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. മുഖ്യപ്രതികളായ 3 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തതാണ്. അതിനൊടുവിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ അനൂസ് റോഷനെ കൊയിലാണ്ടിക്കടുത്തുള്ള മോങ്ങത്ത് വെച്ച് കണ്ടെത്താനായി കഴിയുന്നത്. പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നതിന് പിന്നാലെ ഈ പ്രതികൾ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. തുടർന്ന് ഈ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന്, മൈസൂരിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ഈ അനൂസ് റോഷൻ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു ടാക്സിയിൽ ഈ സംഘം കേരളത്തിലേക്ക് പുറപ്പെട്ടു. പോലീസ് തങ്ങളുടെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ സംഘം പാലക്കാട് ഇറങ്ങി. തുടർന്ന് ഈ ടാക്സി ഡ്രൈവറോട് അനൂസ് റോഷനെ കൊണ്ടോട്ടിയിൽ ഇറക്കിവിടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ആ യാത്ര പുരോഗമിക്കുന്നതിനിടയിലാണ് കൊണ്ടോട്ടിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ഈ സംഘത്തെ, അല്ലെങ്കിൽ ഈ അനൂസ് റോഷനെയും ഈ ടാക്സി ഡ്രൈവറെയും പോലീസ് കണ്ടെത്തുന്നത്. പിന്നാലെ കൊടുവള്ളി സ്റ്റേഷനിലേക്ക് അനൂസ് റോഷനെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ് ചോദിച്ചതുപോലെ തന്നെയാണ് 5 ദിവസമായിരിക്കുന്നു. അതായത് കഴിഞ്ഞ 17-നാണ് വീട്ടിലെത്തിയ ഒരു 7-അംഗ സംഘം അനൂസ് റോഷനെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്. കാറിലും സ്കൂട്ടറിലുമാണ് ഈ സംഘം എത്തിയിരുന്നത്. പിന്നാലെ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ആരാണ് എന്ന കാര്യത്തിലേക്ക് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ എന്താണ് ഈ സംഭവത്തിന് പുറകിലെന്ന് പോലീസിന് മനസ്സിലാകേണ്ടിയിരിക്കുന്നു. കൂടാതെ തന്നെ ഈ പ്രതികളിലേക്ക് കൂടി പോലീസിന് എത്തേണ്ടതുണ്ട്. മൈസൂർ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് ഇന്നലെയൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. അതിനു മുൻപ് മലപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. മലപ്പുറം രജിസ്ട്രേഷനിലുള്ള കാറായിരുന്നു അനൂസ് റോഷന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിനാൽ തന്നെ പ്രാഥമികമായി അങ്ങനെ ഒരു അന്വേഷണം നടത്തി. പിന്നീട് ഈ ഫോൺ ട്രേസ് ചെയ്യുകയൊക്കെ വഴിയാണ് പോലീസിന് മൈസൂരിലാണ് ഇവരെ ഉള്ളത് എന്നുള്ളൊരു വിവരം ലഭിച്ചത്. തുടർന്ന് അവിടം കേന്ദ്രീകരിച്ച് അവിടെ നേരിട്ടെത്തി പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്നിപ്പോൾ അനൂസ് റോഷനെ കണ്ടെത്താനായി കഴിഞ്ഞത്. കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഇന്നലെ പോലും കുടുംബം പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മകൻ എവിടെയാണ് എന്ന് തങ്ങൾക്കറിയില്ല എന്ന് പിതാവ് പറയുന്നു. വലിയ ആശങ്കയാണ് തങ്ങൾക്കുണ്ടായത് എന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ആ ആശങ്ക മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ പ്രതികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ കാർ ഡ്രൈവർ ഉണ്ട്. ഒപ്പം തന്നെ മറ്റു 3 പേരും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ നിർണായകമായ വിവരങ്ങളിലേക്ക്, ഈ മുഖ്യപ്രതികളിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.